ദ മാക്സിമം പ്രിൻസിപ്പൾ ഫോർ ദ ഹീറ്റ് ഈക്വേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് 7.6. ഓക്കെ, ദ മാക്സിമം പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇവിടെ ഹോൾഡ് ചെയ്യുന്ന പാരബോളിക് ഇക്വേഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹീറ്റ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഫംഗ്ഷൻ അതിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ u(x,y,z,t). അത് എവിടെയാണ് കിടക്കുന്നത്? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ ഡിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുക? നമ്മൾ ആ ഹീറ്റ് ഇക്വേഷനെ ut എന്ന് പറയുന്നത് k∆u ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതിൽ x,y,z എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? ഡൊമൈൻ ഡിയിലും ടി എന്ന് പറയുന്നത് >0 ആയിട്ട് എടുക്കും. അത് ഇക്വേഷൻ 1 ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിൽ ∆u നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പോണേ? uxx + uyy + uzz. നമ്മളിനി ഫോർമുലേറ്റ് ചെയ്യുന്നത് ദ മാക്സിമം പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ അത് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡൊമൈൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിന് QT എന്ന് പേര് കൊടുക്കുകയാണ്. QT = XYZT സച്ച് ദാറ്റ് ഈ XYZ എന്ന് പറയുന്നത് ഡൊമൈൻ ഡിയിലുണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ, ഹീറ്റ് ഈക്വേഷൻ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ. അപ്പോൾ അതന്നെ ഈ T എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈം ഇൻ്റർവൽ 0 T ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻ്റർവലാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലായിരിക്കും നമ്മുടെ ഇവിടെ എന്ത് കിടക്കുന്നത്? T കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഇൻ്റർവൽ 0 T ആർബിട്രറി ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പാരബോളിക് ബൗണ്ടറി ഓഫ് QT ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? സച്ച് ദാറ്റ് ∂P_QT എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ T D ക്രോസ് സെറ്റ് 0 യൂണിയൻ ∂D ക്രോസ് 0T. ഈ 0T എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ എന്ത് ബൗണ്ടറി ഓഫ് QT ആയിട്ട് വരുന്നത്. സേ ഫോർ ദ ടോപ്പ് കവർ D ക്രോസ് സെറ്റ് T. നമ്മൾ വേറൊരു കാര്യം കൂടി ഡിഫൈൻ ചെയ്യാണ്, ക്ലാസ് ഓഫ് ഫങ്ഷൻ CH. ഓക്കെ, നമ്മൾ CH ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദറ്റ് ആർ ട്വൈസ് ഡിഫറൻഷ്യബിൾ ഇൻ QT. ഈ ബൗണ്ടറിയിൽ എന്താണ് ഈ ഡൊമൈൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഡൊമൈനിൽ നമുക്ക് എന്താണിത്? ഈ CH എന്ന് പറയുന്നത് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ് വിത്ത് റെസ്പെക്ട് ടു XYZ. ടീനെ കൊണ്ട് നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വൺസ് ഡിഫറൻഷ്യബിൾ വിത്ത് റെസ്പെക്ട് ടു T ആൻഡ് കണ്ടിന്യൂസ് ഇൻ Q⁻T. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീക്ക് അല്ലെങ്കിൽ മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ ദ ഹീറ്റ് ഈക്വേഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ തിയറം 7.15 ആണ് നോക്കുന്നത്. ലെറ്റ് U എന്ന് പറയുന്നത് CHൽ ഉണ്ട്, അതൊരു സൊല്യൂഷനാണ്. U belongs to CH be a solution to the heat equation. ഇക്വേഷൻ 1 നമുക്കറിയാലോ, ut = k∆u XYZ എവിടെയുണ്ട്? ഡൊമൈൻ ഡിയിലും T എന്ന് പറയുന്നത് >0 ഇൻ QT. എന്താ പറയുക? ഡൊമൈൻ QT. ഓക്കെ, U എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. U അച്ചീവ് ഇറ്റ്സ് മാക്സിമം അഥവാ മിനിമം. മാക്സിമം അറ്റൻഡ് ചെയ്യും, മിനിമവും അറ്റൻഡ് ചെയ്യും എന്ന് നമുക്ക് കാണിക്കണം ഓൺ ∂P_QT. ഓക്കെ, അതായത് പാരബോളിക് ബൗണ്ടറി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ∂P_QT. അതിൽ നമ്മുടെ U എന്ന് പറയുന്നത്, U എവിടെയുണ്ട്? ക്ലാസ് ഓഫ് ഫങ്ഷൻസ് CHലാണ് ഉള്ളത്. ആ ഒരു U എന്ന് പറയുന്നത് മാക്സിമമും അറ്റൻഡ് ചെയ്യണം, അതേപോലെ മിനിമമും അറ്റൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാക്സിമം വെച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമുക്ക് പ്രൂവ് ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ഹീറ്റ് ഈക്വേഷനെ U സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ -U സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാൻ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഒരു പ്രൊപ്പോസിഷൻ ഉണ്ട് 7.16, അത് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ തിയറം ഓട്ടോമാറ്റിക്കലി പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ ലെറ്റ് V എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. CHൽ സാറ്റിസ്ഫൈയിങ് VT - k∆V എന്ന് പറയുന്നത് <0 ഇൻ QT. ദെൻ വിക്ക് എന്തുണ്ടാവില്ല? ലോക്കൽ മാക്സിമം ഉണ്ടാവില്ല ഇൻ QT. മോറോവർ വി എന്ത് ചെയ്യും? മാക്സിമം അറ്റൈൻ ചെയ്യും. നമുക്ക് അതന്നെയല്ലേ പ്രൂഫിൽ തിയറത്തിലും കാണിക്കേണ്ടേ? ∂P_QTയിൽ നമുക്ക് U എന്ന് പറയുന്നത് മാക്സിമം അറ്റൈൻ ചെയ്യണം അല്ലെങ്കിൽ മിനിമം അറ്റൈൻ ചെയ്യണം. ഇവിടെയും അതുപോലെ തന്നെയാണ്. V എന്ന് പറയുന്നത് CHലൊരു ഫംഗ്ഷനാണ്. അത് ഈ VT - k∆V ഹീറ്റ് ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ QT ദെൻ വിക്ക് ലോക്കൽ മാക്സിമം ഉണ്ടാവില്ല. അതേപോലെ V എന്ത് ചെയ്യും? മാക്സിമം അറ്റൈൻ ചെയ്യും ഇൻ ∂P_QT എന്നാണ് പറയുന്നത്. V എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാക്സിമം ആണെന്ന് നമ്മൾ എന്താ പറയണേ? കോൺട്രഡിക്ഷൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ദ കോൺട്രറി. V ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് സം Q belongs to, small q belongs to capital QT.
അങ്ങനെയാണെങ്കിൽ വി ടി ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് ഡെൽറ്റ വി ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0, വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. സിൻസ് വി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്തിലാണ് വി കണ്ടിന്യൂസ്? ക്ലോസ് ഡൊമൈൻ ക്യൂ ബാർ ടിയിൽ ഇത് വി കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്താണ്? ഇറ്റ്സ് മാക്സിമം ഇസ് അറ്റൈൻഡ് സംവെയർ ഓൺ ദ ബൗണ്ടറി ഡോ ഓഫ് ക്യൂ ടി. If maximum is achieved at the point q equal to x0, y0, z0 t on the top cover d cross set t, then we must have vt of q. അപ്പോൾ vt of q എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് കിട്ടിയിട്ടുണ്ടാവണം. എപ്പോൾ നമ്മളിപ്പോൾ വി കണ്ടിന്യൂസ് ആണ് ഈ ക്ലോസ് ഡൊമൈനിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബൗണ്ടറിയിൽ അച്ചീവ് ചെയ്യും അല്ലേ? ഇഫ് മാക്സിമം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ക്യൂവിൽ, അതായത് ക്യൂ എന്താണ്? x0, y0, z0 to t, അതിൽ നമ്മൾ മാക്സിമം അറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദി ടോപ്പ് കവർ ഡി ക്രോസ് ടി, ദെൻ നമുക്ക് എന്തായാലും വി ടി ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് വേണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദസ് ഡെൽറ്റ വി ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്താവും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അഗൈൻ ഇതൊരു കോൺട്രഡിക്ഷൻ തന്നെയല്ലേ? കാരണം നമുക്ക് എന്താ കിട്ടണ്ടേ? വി ടി മൈനസ് കെ ഡെൽറ്റ വി ലെസ് ദാൻ 0 ഒക്കെ ആയിട്ടാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് കോൺട്രഡിക്ഷൻ ആണ്. സിൻസ് x0, y0, z0 എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യും ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഓഫ് എക്സ് വൈ സെഡ് ടി എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് എക്സ് വൈ സെഡ് ടി മൈനസ് എപ്സിലോൺ ടി. ഓബ്വിയസ്ലി ഇവിടെ മാക്സിമം ഡോ പി ക്യൂ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയുന്നത് ഈക്വൽ ടു മാക്സിമം ഡോ പി ക്യൂ ടി യു. നമ്മളൊരു ഇക്വേഷൻ 2 ആയിട്ട് എടുത്തിട്ടുണ്ട്. യു എന്ന് പറയുന്നത് ഹീറ്റ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആൻഡ് ഫോളോസ് വി ടി മൈനസ് ഡെൽറ്റ വി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ഇൻ ക്യൂ ടി. അപ്പോൾ ഈ ഒരു പ്രൊപ്പോസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. ആ രണ്ട് പ്രൊപ്പോസിഷൻ നമ്മുടെ ഇപ്പോൾ ടെക്സ്റ്റിലില്ല. അപ്പോൾ 7.14 7.23 എന്നാണ് തന്നിരിക്കുന്നത്. ആ രണ്ട് പ്രൊപ്പോസിഷനും എന്താ ഇംപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആയിട്ടാണ് പറയണേ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഹെൻസ് ഫോർ ഓൾ പോയിൻറ്റ്സ് ക്യൂ ടിയിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും നമുക്ക് യു എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് എപ്സിലോൺ ടി എന്ന് പറഞ്ഞു വരും. ഓക്കെ, ബിക്കോസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? ആർബിട്രറി സ്മോളായിട്ടാണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആയിട്ട് വരും. അപ്പോൾ എന്തായി? കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻ സി എച്ച് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോക്കൽ മാക്സിമം അറ്റൈൻ ചെയ്യില്ല, അതേപോലെ തന്നെ മാക്സിമം അറ്റൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൊപ്പോസിഷനും പ്രൂവായി, അതേ സമയത്തിൽ തന്നെ നമ്മുടെ മുന്നത്തെ തിയറും പ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ട് മാക്സിമം പ്രിൻസിപ്പിളിൻ്റെ നമുക്ക് എന്താ ഒരു ഫോളോയിങ് തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. 7.17 വിച്ച് guarantees the uniqueness and stability of the solution of the Dirichlet problem for the heat equation. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ്റെ ഡിറിച്ലെറ്റ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ്റെ സ്റ്റെബിലിറ്റിയും യൂണീക്നെസ്സും ആണ് ഗ്യാരണ്ടി ചെയ്യണത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോണേ ഈ ഒരു തിയറത്തിൽ. ഓക്കെ, അപ്പോൾ ഒരു തിയറത്തിൽ എന്താ പറയണേ? ലെറ്റ് U1 ആൻഡ് U2 എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഹീറ്റ് ഇക്വേഷൻ്റെ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ut മൈനസ് കെ ഡെൽറ്റ യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി. എക്സ് വൈ സെഡ് എവിടെയുണ്ട്? ഡിയിലുണ്ട്. 0 എന്ന് പറയുന്നത് ലെസ് ദാൻ ടി ലെസ് ദാൻ ടി. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇനീഷ്യൽ കണ്ടീഷൻ യു ഐ ഓഫ് എക്സ് വൈ സെഡ് 0 എന്ന് പറയുന്നത് എന്താണ്? എഫ് ഐ ഓഫ് എക്സ് വൈ സെഡ്. ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസ് യു ഐ ഓഫ് എക്സ് വൈ സെഡ് ടി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എച്ച് ഐ ഓഫ് എക്സ് വൈ സെഡ് ടി. ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബൗണ്ടറിയിലായിരിക്കുമല്ലോ കിടക്കുന്നുണ്ടാവുക ഡൊമൈൻ്റെ. അപ്പോൾ എക്സ് വൈ സെഡ് ബൗണ്ടറി ഡി, അതായത് ഡോ ഡിയിലുണ്ട്. 0 എന്ന് പറയുന്നത് ലെസ് ദാൻ ടി ലെസ് ദാൻ ക്യാപിറ്റൽ ടി റെസ്പെക്റ്റീവ്ലി. നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാൻ പോണത് ഒരു ഡെൽറ്റ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ മാക്സിമം ഡി F1 മൈനസ് F2 പ്ലസ് മാക്സിമം ഡോ ഡി ക്രോസ് ടി ഗ്രേറ്റർ ദാൻ 0 സെറ്റ് ടി ഗ്രേറ്റർ ദാൻ 0 H1 മൈനസ് H2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ U1 മോഡ് ഓഫ് U1 മൈനസ് U2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയിരിക്കും. ആൻഡ് എക്സ് വൈ സെഡ് ടി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ക്യൂ ടിയിലുണ്ടാവും. ഓക്കെ, ഈ തിയറം നമുക്ക് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ W എന്ന് പറയുന്നത് U1 മൈനസ് U2 ആയിട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ പോയ്സൺസ് ഇക്വേഷൻ്റെ തിയറം ഉണ്ടല്ലോ, ആ സെയിം തിയറത്തിൽ നമ്മൾ
ഈ ഡബ്ല്യൂക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ സ്പെഷ്യൽ കേസ് F1 = F2, H1 = H2 എന്ന് പറയുന്നത് അഡ്വാൻസ് implies at once that uniqueness part of the theorem. അപ്പോൾ യൂണിക്നെസ് പാർട്ടിൽ ആ തിയറത്തിൻ്റെ യൂണിക്നെസ് പാർട്ടിൽ ജസ്റ്റ് ഈ ഒരു സ്പെഷ്യൽ കേസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ സെയിം പ്രൂഫ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ പോയ്സൺസ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ഡിറിച്ലെറ്റ് പ്രോബ്ലം ഫോർ ഹീറ്റ് ഇക്വേഷൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് യൂണിക്നെസ് പറയുന്ന ഈ ഒരു തിയറവും നമുക്ക് സെയിം പ്രൂഫ് വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ആ സ്പെഷ്യൽ കേസും W = U1 - U2 ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് കൊറോളറി 7.18 ആണ്. ലെറ്റ് u of xt എന്ന് പറയുന്നത് summation n = 1 to infinity bn sin n pi x divided by l e raised to minus k n pi by l the whole square t എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ u of xt-നെ എടുത്തിരിക്കുന്നത്. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. ബി എ ഫോർമൽ സൊല്യൂഷൻ ഫോർ ദ ഹീറ്റ് പ്രോബ്ലം. ഓക്കെ, ഇനി ut minus k u xx എന്ന് പറയുന്നത് = 0 ലെസ് ദാൻ x ലെസ് ദാൻ l. ടി എന്ന് പറയുന്നത് എന്താണ്? >0 ആണ്. അത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. u of 0t എന്ന് പറയുന്നത് എന്താണ്? = u of lt which is equal to 0. u of 0tയും u of lt = 0 ആണ്. t എന്താണ്? >= 0. അത് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് കൊടുത്തു. u of x0 എന്ന് പറയുന്നത് എന്താണ്? f of x ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു l. അത് ഇക്വേഷൻ 4 ആയിട്ട് എടുത്തു. If the series f of x is equal to summation n is equal to 1 to infinity bn sin n pi x by l converges uniformly. അപ്പോൾ ഈ ഒരു സീരീസ് എടുത്തിരിക്കുന്ന f of x ഉണ്ടല്ലോ, അത് കൺവേർജ് യൂണിഫോംലി ആണെങ്കിൽ ഓൺ ഇൻ്റർവെൽ 0l then the series equation 1. അപ്പോൾ ഇക്വേഷൻ 1 u of xt എന്ന് പറയുന്ന സീരീസ് ഉണ്ടല്ലോ, അതും എന്താവും? കൺവെർജസ് യൂണിഫോംലി ഓൺ ദ ഇൻ്റർവെൽ 0l 0t. ആൻഡ് യു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ക്ലാസിക്കൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രൂഫിൽ നമ്മൾ ലെറ്റ് എപ്സിലോൺ >0 ആയിട്ട് എടുത്തിട്ടുണ്ട്. കോഷി ക്രൈറ്റീരിയൻ പ്രകാരം ഫോർ ദ യൂണിഫോം കൺവേർജൻസ് നമുക്ക് അവിടെ എന്തുണ്ട്? ദെയർ എക്സിസ്റ്റ് നമുക്ക് n എപ്സിലോൺ എടുക്കുകയാണ് സച്ച് ദാറ്റ് ഫോർ ഓൾ n എപ്സിലോൺ ലെസ് ദാൻ k ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു l സ്മോൾ l നമുക്ക് മോഡ് ഓഫ് സമ്മേഷൻ n is equal to k to l kയിൽ നിന്ന് എല്ലിലേക്ക് പോകുന്നതാണ്. bn sin n pi x by l എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആക്കി. ഫോർ എവറി x എവിടെയുണ്ട്? 0 l-ലുണ്ട്. നമുക്കിനി നോട്ട് ചെയ്യേണ്ട കാര്യം സമ്മേഷൻ n = k to l bn sin n pi x by l എന്ന് പറയുന്നതും e raised to minus k n pi by l the whole square t. അതായത് നമ്മുടെ ഈ ഒരു UXT ഉണ്ടല്ലോ, ആ UXT എന്ന് പറയുന്നത് ക്ലാസിക്കൽ സൊല്യൂഷൻ ആണ് ഓഫ് ദ ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ മാക്സിമം പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് ഈ തന്നിരിക്കുന്ന UXT എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ഫോർ എവറി xt ബിലോങ്സ് ടു ഇൻ്റർവെൽ 0l cross 0t. Invoking again the Cauchy criterion from uniform convergence, we infer that the series of equation 1 converges uniformly. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് യൂണിഫോംലി കൺവെർജ് ചെയ്യും ഈ ഇൻ്റർവെൽ എന്നാണ് പറയുന്നത് ടു ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻ യു. പെർട്ടിക്കുലർലി നമ്മൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു സാറ്റിസ്ഫൈസ് ദ ഇനിഷ്യൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷനും ബൗണ്ടറി കണ്ടീഷനെ യു എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. സിൻസ് യു എന്ന് പറയുന്നത് ഹീറ്റ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും, അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ കണ്ടീഷനെയും ബൗണ്ടറി കണ്ടീഷനെയും സിംപ്ലി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടണേ? ഈ u of xt എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഫോർമൽ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ സൊല്യൂഷൻ ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സോ ഇൻ ചാപ്റ്റർ 5 and 6. അപ്പോൾ മുന്നിലത്തെ ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നുണ്ട് ദ ഹീറ്റ് ഇക്വേഷൻ സ്മൂത്ത്സ് ഔട്ട് ദ ഇനിഷ്യൽ കണ്ടീഷൻ ഇൻ ദ സെൻസ് ഈവൺ ഇഫ് ദ ഇനിഷ്യൽ ഡാറ്റ ആർ നോട്ട് സ്മൂത്ത്. അതായത് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, ഇനിഷ്യൽ കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്നത് സ്മൂത്ത് അല്ലെങ്കിൽ പോലും എന്നാണ് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻ ക്ലാസ് C ഇൻഫിനിറ്റി ഫോർ ഓൾ t >0. ഇപ്പോൾ നമ്മൾ വേറൊരു ആസ്പെക്ട് നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ് ഓഫ് ദ സ്മൂത്തിങ് പ്രോപ്പർട്ടി ഓഫ് ദ ഹീറ്റ് ഇക്വേഷൻ. For simplicity, let us return to the case of the single spatial variable x so that our domain consists of the interval d = ab. ഇനി നമുക്ക് ഒരു പ്രൊപ്പോസിഷൻ കൂടി നോക്കാനുണ്ട്. ആ പ്രൊപ്പോസിഷനിൽ എന്താ പറയുന്നത് നോക്കാം. പ്രൊപ്പോസിഷൻ 7.19 ആണ്.
ലെറ്റ് യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. യു ഓഫ് യു ടി ഈക്വൽ ടു കെ യു എക്സ് എക്സ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ടി ഗ്രേറ്റർ ദാൻ 0. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. വിത്ത് ന്യൂമാൻസ് ഇനിഷ്യൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. അപ്പോൾ എന്താണ് യു ഓഫ് എക്സ് 0 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എക്സ് എവിടെ കിടക്കണേ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലും യു ഓഫ് എക്സ് ടിയും യു എക്സ് ഓഫ് എ ടിയും യു എക്സ് ഓഫ് ബി ടിയും എന്തായിരിക്കും ഈക്വൽ ടു 0. ഈ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ക്യാപിറ്റൽ ടി. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എഫ് എന്താണ് സി ഡാഷ് ഓഫ് എ ബിയിലുണ്ട് സാറ്റിസ്ഫൈയിങ് എഫ് എക്സ് ഓഫ് എ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 0. സെറ്റ് ക്യൂ ടി എന്ന് പറയുന്നത് എ ബി ക്രോസ് 0 ക്ലോസ് ടു ടി എന്നുണ്ട്. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ് ഫോർ സം ടി ഗ്രേറ്റർ ദാൻ 0. ദെൻ യു എന്ന് പറയുന്നത് ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത് മാക്സിമം ക്യൂ ടി മോഡ് യു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം എ ബി മോഡ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് സൊല്യൂഷനാണ് ഓഫ് യു ടി ഈക്വൽ ടു കെ യു എക്സ് എക്സ് വിത്ത് ന്യൂമാൻ ഇനീഷ്യൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എക്സ് എവിടെയാണ്, പിന്നെ യു എക്സ് ഓഫ് എ ടിയും യു എക്സ് ഓഫ് ബി ടിയും ഡിഫൈൻ ചെയ്തു. അസ്യൂം ചെയ്യുക എഫ് എന്ന് പറയുന്നത് സി ഡാഷ് ഓഫ് എ ബിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് സാറ്റിസ്ഫൈങ് എഫ് എക്സ് ഓഫ് എയും എഫ് എക്സ് ഓഫ് ബി. ഇനി സെറ്റ് ചെയ്തു ക്യൂ ടി എന്ന് പറയുന്നത് സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് ഇത് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയാണ്. യുവിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ആൻഡ് ഡിഫൈൻ ചെയ്യാണ് ഡബ്ല്യു ഓഫ് എക്സ് ടി ഈക്വൽ ടു യു എക്സ് ഓഫ് എക്സ് ടി ആണെന്ന് ഡിഫൈൻ ചെയ്തു. വൺ ക്യാൻ റെഡിലി വെരിഫൈ ദറ്റ് ഡബ്ല്യു സാറ്റിസ്ഫൈസ്. അപ്പോൾ ഡബ്ല്യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്തായാലും ഹീറ്റ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും വിത്ത് ഡ്രിച്ച്ലെറ്റ് ഇനിഷ്യൽ ബൗണ്ടറി കണ്ടീഷൻ. ഡബ്ല്യു ഓഫ് എക്സ് 0 എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ഡബ്ല്യു ഓഫ് എ ടി എന്ന് പറയുന്നത് ഡബ്ല്യു ഓഫ് ബി ടി ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ പ്രൊപ്പോഷൻ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയാമല്ലോ മാക്സിമം പ്രിൻസിപ്പൾ പ്രകാരം. മാക്സിമം പ്രിൻസിപ്പൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള ഈ പ്രൊപ്പോഷൻ എന്താണ് സുഖമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്കിലുള്ളത്. 7.6 മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ ദ ഹീറ്റ് ഇക്വേഷനിൽ പാരബോളിക് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഹീറ്റ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡോ പി ക്യൂ ടി അതായത് ബൗണ്ടറിയിൽ എന്ത് ബൗണ്ടറിയിൽ പാരബോളിക് ബൗണ്ടറിയിൽ അറ്റൈൻ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ലോക്കൽ മിനിമം പ്രൊപ്പോഷൻ ഈ എന്താ പറയുക മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണല്ലോ പ്രൊപ്പോഷൻ പറഞ്ഞത്. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത് ഒരു തിയറം എടുത്തിട്ട് നമ്മളത് എന്തായിരുന്നു തിയറം സ്റ്റെബിലിറ്റി ആൻഡ് യൂണീക്നെസ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡ്രിച്ച്ലെറ്റ് പ്രോബ്ലം ഫോർ ദ ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു തിയറത്തിൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൊറോളറി ആയിരുന്നു. കൊറോളറിയിൽ നമ്മൾ എന്താ പറയുക യു എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സൊല്യൂഷൻ ആണെന്നും കൺവെർജസ് യൂണിഫോംലി ഓൺ ദ പെർട്ടിക്കുലർ ഇൻ്റർവെൽ എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഹീറ്റ് ഇക്വേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, സ്മൂത്ത് പ്രോപ്പർട്ടിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് യു എന്ന് പറയുന്നത് സാറ്റിസ്ഫൈസ് മാക്സിമം ക്യൂ ടി ഓഫ് മോഡ് യു എക്സ് ലെസ് കൊണ്ടിരിക്കണം മാക്സിമം എ ബി ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നൊക്കെ അത് പ്രൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ ദ ഹീറ്റ് ഇക്വേഷനിൽ കണ്ടത്. ഓക്കെ.